ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതിയെ പ്രിയൻ മെഷീനിലിരുത്തി തയ്പ്പിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് കരുണാകരൻ ഇത് കണ്ടുവരുന്നത്. അപ്പോൾ കരുണാകരനും പ്രിയനും തമ്മിൽ വെല്ലുവിളി നടത്തുകയാണ് കേട്ടോ. എന്നിട്ട് പാർവതിയോട് പറയണേ, നീ 1 മണിക്കൂറിനുള്ളിൽ നീ 3 ഷർട്ട് തയ്ച്ചു തന്നാൽ മാത്രമാണ് എനിക്ക് ഇനിയുള്ള കാലം മെഷീനിൽ തയ്ക്കാനുള്ള ജോലിയിൽ ഇരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നീ ഈ ജന്മം മുഴുവനും നീ മെഷീനിൽ തയ്ക്കാനിരിക്കാൻ പാടില്ല. നിനക്ക് മത്സരിക്കാനായി ഞാൻ ഉഷയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നീയും ഉഷയും വേണം 1 മണിക്കൂറിനുള്ളിൽ തയ്ച്ചു തീർക്കേണ്ടത്. നിങ്ങൾ തമ്മിലാണ് മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പാർവതി ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ഞാൻ കരുണാകരൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം. 1 മണിക്കൂറിനുള്ളിൽ 3 ഷർട്ട് എനിക്ക് തയ്ച്ചു തീർക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കരുണാകരൻ സാറ് പറഞ്ഞതുപോലെ ഞാൻ ഈ ജന്മം പിന്നെ മെഷീനിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞ് പാർവതിയും കരുണാകരൻ്റെ വെല്ലുവിളി സ്വീകരിക്കുകയാണ്. അപ്പോൾ മുക്ത സ്വകാര്യത്തിൽ അരവിന്ദിനോട് പറയാണ്, ഇവളെങ്ങാനും ഈ മത്സരത്തിൽ വിജയിച്ചാൽ പിന്നെ ഒരിക്കലും ഇവളെ എനിക്ക് ഈ കമ്പനിയിൽ നിന്നും പറഞ്ഞു വിടാൻ കഴിയില്ല. അതുകൊണ്ട് ഇവൾ ഈ മത്സരത്തിൽ തോൽക്കണം അരവിന്ദ്. ഈ കരുണാകരനെ കൊണ്ട് വലിയ തലവേദനയാണ് ഉണ്ടാകുന്നത്. കരുണാകരൻ എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും അത് കുളമാവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അരവിന്ദ്, മുക്ത, നീ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ കണക്കിന് ഇവൾ ഈ വെല്ലുവിളിയിൽ ഏറ്റെടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഇവളെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൾ ഇവിടുത്തെ ടൈലറായി മാറും. അപ്പം പിന്നെ ഇവളെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇവളെ തയ്ക്കുന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി ഇവളെ ഈസിയായി ഈ കമ്പനിയിൽ നിന്നും പുറത്താക്കാൻ നമുക്ക് കഴിയും. അതല്ല, ഇവളിപ്പോൾ ഈ വെല്ലുവിളിയിൽ തോറ്റു കഴിഞ്ഞാലും നമുക്ക് ഗുണമാണ്. പിന്നെ ഇവൾക്ക് ഒരിക്കലും തുന്നൽ മെഷീനിൽ ഇരിക്കേണ്ട ആവശ്യം വരില്ല. അതും നല്ലത് തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം, രണ്ടായാലും നമുക്ക് ഗുണം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അരവിന്ദ് മുക്തയെ സമാധാനപ്പെടുത്താണ് കേട്ടോ. അങ്ങനെ മുക്തയും അരവിന്ദും കൈലാഷും ജയന്തിയും സൗസവും മോഹനനും പ്രിയനും എല്ലാവരും ഇവരുടെ മത്സരം നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കരുണാകരൻ പ്രിയനോട് ടൈം ഓണാക്കാൻ പറയാണ്. 1 മണിക്കൂറിനുള്ളിൽ ഇവൾ 3 തയ്ച്ചു തരണം. അതിൽ ആരാണ് ജയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാലോ എന്നൊക്കെ പറഞ്ഞ് അവര് മെഷീനിൽ പാർവതിയും ഉഷയും ഇരിക്കുകയാണ്. എന്നിട്ട് ഇരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ തയ്ച്ചു തുടങ്ങുമ്പോഴത്തേക്കും പാർവതിയുടെ മെഷീനിലുള്ള നൂല് പൊട്ടുകയാണ്. അതോടുകൂടി കരുണാകരൻ, കണ്ടില്ലടി, നീ ഒരിക്കലും 1 മണിക്കൂറിനുള്ളിൽ തയ്ക്കാനൊന്നും പോകുന്നില്ല. നിനക്ക് ഒരിക്കലും തീർക്കാൻ കഴിയില്ല. ഉഷ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കരുണാകരൻ നിൽക്കുന്നത്. അങ്ങനെ പാർവതി വെപ്രാളം പിടിച്ചുകൊണ്ട് ടെൻഷനായിട്ട് നൂല് കോർക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ പാർവതിക്ക് അതിനൊന്നും കഴിയുന്നില്ല. അപ്പോൾ ജയന്തി പറയണ, പാർവതി, നീ ടെൻഷൻ ആവല്ലേ, സാവകാശത്തിൽ മനസ്സ് ഫ്രീ ആക്കി നീ തയ്ക്കാനിരിക്കെ, നിനക്ക് ഉറപ്പായും അതിന് കഴിയും എന്ന് പറഞ്ഞ് പാർവതിയെ സപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ പാർവതി കുറേ നേരം ശ്രമിച്ച ശേഷമാണ് മെഷീനിനുള്ളിലെ നൂല് കോർത്തെടുക്കുന്നത്. അപ്പോൾ പാർവതിയെ ഉഷ നോക്കിയിട്ടങ്ങ് പുഞ്ചിരിക്കുകയാണ്. നിനക്ക് ഒരിക്കലും സാധിക്കില്ലടി, നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലടി എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ കൈലാഷ് പാർവതിയോട് പറയണേ, പാർവതി, നീ സാവകാശത്തിൽ റിലാക്സ് ആയി ചെയ്താൽ മതി, നിന്നെക്കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞ് കൈലാഷും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ മുക്തക്ക് കൈലാഷ് പാർവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ കരുണാകരനോട് സ്വകാര്യത്തിൽ ചോദിക്കുകയാണ്, പാർവതി തോൽക്കാൻ എന്തെങ്കിലും ഐഡിയ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കരുണാകരൻ പറയണേ, ഇല്ല മേഡം, ഒരു ഐഡിയയും വേണ്ട. അവൾ ഒരിക്കലും ഉഷയ്ക്ക് മുന്നിൽ ജയിക്കാൻ പോകുന്നില്ല. ഉഷയ്ക്ക് അത്രയ്ക്ക് സ്പീഡാണ് തയ്ക്കാൻ. അതുകൊണ്ട് ഇവൾ ഒരിക്കലും ഉഷയുടെ മുന്നിൽ ജയിക്കാൻ പോകുന്നില്ല. ധൈര്യമായിട്ടിരിക്കും മേഡം, ഇവൾ തന്നെയാണ് തോൽക്കാൻ പോകുന്നത്. എല്ലാവരും നല്ല ആകാംക്ഷയോട് കൂടിയാണ് കേട്ടോ നോക്കി നിൽക്കുന്നത്. അപ്പോൾ അരവിന്ദ് മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തിനാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ തയ്ക്കുന്നത്? എല്ലാവരും ഒളിമ്പിക്സ് പോലെ നോക്കി നിൽക്കുന്നത്. വേറെ ഒരു പണിയുമില്ല. നിസ്സാര കാര്യത്തിനാണ് എല്ലാവരും ഇവിടെ സമയം ചെലവഴിച്ച് കാത്തു നിൽക്കുന്നത് എന്നൊക്കെ അരവിന്ദ് ദേഷ്യത്തിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് നോക്കി നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ഉഷയുടെ 1 ഷർട്ട് അടിക്കൽ കഴിയുകയാണ്. എന്നിട്ട്, സാർ, എൻ്റെ 1 ഷർട്ട് അടിക്കൽ കഴിഞ്ഞു എന്ന് പറയട്ടോ. അപ്പോൾ കരുണാകരൻ പാർവതിയെ ഇങ്ങനെ നോക്കുകയാണ്. കണ്ടില്ലടി, നീ ഒരെണ്ണം പോലും ഇതുവരെ തയ്ച്ചു തീർന്നിട്ടില്ല, നിന്നെക്കൊണ്ട് കഴിയില്ലടി എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ കരുണാകരൻ നോക്കുന്നത്. അപ്പോൾ ഉഷയുടെ 1 ഷർട്ട് അടിക്കൽ കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ്. മുക്തയ്ക്കും അരവിന്ദിനും കരുണാകരനും. അപ്പോൾ കൈലാഷും പറയനും ഒക്കെ ഇങ്ങനെ ടെൻഷനായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ജയന്തിയും മോഹനനും സൗസും ഒക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാർവതിയും 1 ഷർട്ട് തയ്ച്ചു തീർക്കുകയാണ്. എന്നിട്ട്, സാർ, എൻ്റെ 1 ഷർട്ട് തുന്നൽ കഴിഞ്ഞു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ കൈലാഷിന് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ കൈലാഷും പ്രിയനും സൗസവും മോഹനും ജയന്തിയൊക്കെ കൈയടിക്കുകയാണ്. അപ്പോൾ കൈലാഷ് പറയട്ടെ, നിന്നെക്കൊണ്ട് ഒരെണ്ണം പോലും തയ്ക്കാൻ കഴിയില്ല എന്നല്ലേ കരുണാകരൻ വെല്ലുവിളിച്ചത്? എന്നിട്ട് പാർവതി, നീ ഒരെണ്ണം ഇപ്പോൾ തയ്ച്ചില്ല, അതുകൊണ്ട് നിന്നെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞ് കൈലാഷ്
പാർവതിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ അടുത്ത ഒരു കളർ ഷർട്ടിൻ്റെ തുണി എടുക്കുകയാണ്. എന്നിട്ട് അതിൽ നൂലൊക്കെ കോർത്ത ശേഷം തയ്ക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും പാർവതിയുടെ മെഷീൻ ഓൺ ആവുന്നില്ല. പെട്ടെന്ന് അങ്ങ് സ്റ്റക്കായി പോവുകയാണ്. മെഷീനിൽ അമർത്തുന്നത് ഓണാക്കാനേ കഴിയുന്നില്ല. അപ്പോൾ എന്ത് പറ്റി, എന്താ പറ്റിയത് പാർവതി എന്ന് പ്രിയൻ ചോദിക്കുകയാണ്. എന്താ അറിയില്ല പ്രിയൻ ചേട്ടാ, ഇത് അമർത്തിയിട്ട് അമരുന്നില്ല എന്ന് പറയട്ടെ. അപ്പോൾ ജയന്തി പറയണേ, നീ ഒന്ന് നല്ല അമർത്തി നോക്ക് എന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല ജയന്തി ചേച്ചി, ഇതെന്താണെന്ന് അറിയില്ല, ഇത് തീരെ അങ്ങ് അമരുന്നില്ല എന്ന് പറയണം. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല സന്തോഷമാവാണ്. രണ്ടാമത്തേതും ഒരുവിധം കഴിഞ്ഞ മട്ടിലാണ് ഉഷ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളെ കൊണ്ട് കഴിയില്ല, ഞാൻ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് പ്രിയൻ പറയണേ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണ. കൈലാഷ് പറയണേ, പ്രിയ എന്ത് പറ്റി മെഷീനിന്, എന്താ പെട്ടെന്ന് സ്റ്റക്കായത് എന്ന് കൈലാഷ് പറയുമ്പോഴാണ് പ്രിയൻ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പ്രിയൻ ആ മെഷീൻ്റെ താഴെ ചെന്ന് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാർവതിയോട് സ്വകാര്യത്തിൽ ആരും കേൾക്കാതെ പ്രിയൻ പറയുകയാണ്, പാർവതി, നീ ഉഷയുമായിട്ട് മത്സരിക്കുകയാണെന്നുള്ളത് ചിന്തിക്കാതെ നീ നിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്ക്. നീ എന്തെല്ലാം കഷ്ടപ്പാടിലൂടെയാണ് നീ ഇവിടെ വരെ എത്തിയത്. നിൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു മത്സരമാണ് ഇത് എന്ന് നീ ചിന്തിക്ക്. നിനക്ക് എന്നേക്കുമായിട്ട് ഈ തൂപ്പുജോലിയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം. നീ ആഗ്രഹിച്ചതുപോലെ ഇനി മുതൽ ടൈലറായിട്ട് നിനക്ക് ജോലിയും ചെയ്യാം. അതുകൊണ്ട് ഉഷയോടുള്ള മത്സരം നീ മനസ്സിൽ നിന്ന് കളഞ്ഞ് നിൻ്റെ ജീവിതം എന്നേക്കുമായി ഉയർത്താനുള്ള വഴിയാണ് ഈ ഒരു അവസരം എന്ന് ചിന്തിച്ചുകൊണ്ട് നീ തയ്ക്കാനിരിക്കെ. നിന്നെക്കൊണ്ട് ഉറപ്പായും കഴിയും. നീ തന്നെയാണ് ഇതിൽ വിജയിക്കൂ. എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് ഇത് എത്രയും പെട്ടെന്ന് തയ്ച്ചു തീർക്കാൻ കഴിയുമെന്ന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആരും കേൾക്കാതെ സ്വകാര്യത്തിൽ താഴെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പാർവതിയോട് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പാർവതി കേൾക്കുന്നുമുണ്ട്. എന്നിട്ട് പ്രിയൻ പറയണേ, ഇനി പാർവതി നീ ഒന്ന് ചവിട്ടി നോക്ക്, ഇപ്പോൾ അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറയട്ടെ. അങ്ങനെ പാർവതി മെഷീൻ അമർത്തി നോക്കുമ്പോൾ അത് പിന്നെ വർക്കാവുന്നുണ്ട്. അങ്ങനെ പാർവതി പെട്ടെന്ന് തന്നെ അടുത്ത രണ്ടാമത്തെ ഷർട്ട് തയ്ക്കൽ തുടങ്ങുകയാണ്. അപ്പോൾ പാർവതി മനസ്സിൽ ചിന്തിക്കുകയാണ്, കരുണാകരൻ വന്ന സമയത്ത് കരുണാകരൻ പാർവതിയെ ദ്രോഹിച്ച എല്ലാ കാര്യങ്ങളും വിഷമത്തോടു കൂടിയാണ് പാർവതി ചിന്തിച്ചു കൂട്ടുന്നത്. കരുണാകരൻ ഉപദ്രവിച്ചതും അടിച്ചതും പിന്നീട് ആദ്യമായി മെഷീനിലിരുന്ന സമയത്ത് എണീപ്പിച്ചതും ചെവിയിൽ ക്ലിപ്പിട്ടതും ബാത്റൂം കഴുകിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിഷമത്തോടു കൂടിയാണ് പാർവതി ആലോചിച്ച് നല്ല സ്പീഡിൽ തന്നെ ഷർട്ടുകളൊക്കെ തയ്ച്ചു തീർക്കുകയാണ്. അപ്പോഴത്തേക്കും ഉഷയുടെ രണ്ടാമത്തെ ഷർട്ടും തയ്ച്ചു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കരുണാകരനോട് ചോദിക്കുകയാണ്, അല്ല പാർവതിയും നല്ല സ്പീഡിൽ തയ്ക്കുന്നുണ്ട്, ഇനി അവളെങ്ങാനും ജയിക്കുമോ? ഇല്ല ഇല്ല മേഡം, അവൾ ഒരിക്കലും ജയിക്കില്ല. ഉഷയുടെ സ്പീഡിൻ്റെ അടുത്ത് പോലും അവൾക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് രണ്ടാമത്തേതും ഉഷ തയ്ച്ചു കഴിഞ്ഞില്ലേ, അവൾ ഇപ്പോഴല്ലേ രണ്ടാമത്തെ തയ്ച്ചു തീരുന്നുള്ളൂ എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും പാർവതി രണ്ടാമത്തെ ഷർട്ട് തയ്ച്ചു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൈലാഷും പ്രിയനും ജയന്തിയും മോഹനും സൗസും ഒക്കെ കൈയടിക്കുകയാണ്. എന്നിട്ട് മൂന്നാമത്തെ ഷർട്ടിൻ്റെ തുണി എടുക്കുകയാണ് കേട്ടോ, അത് തയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഒപ്പം തന്നെ നിഷയും എടുക്കുകയാണ്. അപ്പോൾ സൗസു പറയണേ, ചേച്ചി എന്താ കരുതിയത്, പാർവതി രണ്ടാമത്തേതും തയ്ച്ചു തീരില്ല എന്ന് കരുതിയോ? പാർവതി ഇപ്പോഴല്ലേ ഇരുന്നത്, ഉഷ ചേച്ചിയല്ലേ ആദ്യം ഇരുന്നത്, എന്നിട്ടും പാർവതി രണ്ടാമത്തെ ഷർട്ട് തയ്ച്ചു തീർന്നു കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ മുക്ത പറയണേ, എന്തിനാണ് സൗസോ ഈ സമയത്ത്, ഇപ്പോൾ മത്സരം നടക്കുന്ന സമയത്ത് അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്, അത് നിന്നോളണം എന്ന് പറയട്ടോ. അങ്ങനെ മൂന്നാമത്തെ ഷർട്ടും തയ്ക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ നല്ല സ്പീഡിലാണ് പാർവതി മൂന്നാമത്തെ ഷർട്ട് തയ്ച്ചു തുടങ്ങുന്നത്. അത് കാണുമ്പോൾ നല്ല ടെൻഷൻ ആവുകയാണ്, ഇവളെന്താ നല്ല സ്പീഡിലാണല്ലോ തയ്ക്കുന്നത്. അപ്പോൾ മോഹനൻ ജയന്തിയുടെ ചെവിയിൽ സ്വകാര്യത്തിൽ പറയണ്, ആ പാർവതി സ്പീഡ് തുടങ്ങി, ഇനി എന്തായാലും ഉഷ ചേച്ചി എന്തായാലും ജയിക്കാൻ പോകുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ അവരൊക്കെ നല്ല സന്തോഷത്തിലാണ് കണ്ടോണ്ട് നിൽക്കുന്നത്. അപ്പോൾ മുക്ത ചോദിക്കുകയാണ്, ഇതെന്താ അവൾ നല്ല സ്പീഡിലാണല്ലോ കരുണാകരൻ അവൾ തയ്ക്കുന്നത്, ഉഷ തോൽക്കുമോ? അപ്പോൾ പെട്ടെന്ന് കരുണാകരൻ ദേഷ്യം പിടിച്ചിട്ട്, ഉഷ നീ എന്താ ഇങ്ങനെ സാവകാശത്തിൽ തയ്ക്കുന്നത്, നല്ല സ്പീഡിൽ അങ്ങ് തയ്ച്ചൂട് എന്നങ്ങ് ഒച്ചയെടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഉഷയ്ക്ക് പിന്നെ വെപ്രാളം കൂടുകയാണ്. അപ്പോൾ ഉഷ വീണ്ടും നല്ല സ്പീഡിൽ തയ്ക്കാൻ വേണ്ടി നോക്കുമ്പോഴും ടെൻഷൻ ആവുകയാണ്, പാർവതി ജയിക്കുമോ എന്നുള്ള ഭാവത്തിൽ പാർവതിയെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും പാർവതിയുടെ മൂന്നാമത്തെ ഷർട്ടും തയ്ച്ച് തീരുകയാണ് കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ ആവാൻ 2 മിനിറ്റ് മുന്നേ തന്നെ പാർവതി മൂന്നാമത്തെ ഷർട്ടും തയ്ച്ചു തീരുകയാണ്. അപ്പോൾ ഉഷയുടേതാണെങ്കിൽ തീർന്നിട്ടുമില്ല. അങ്ങനെ മൂന്നാമത്തെ ഷർട്ടും തയ്ച്ചു തീർന്നു എന്ന് പറഞ്ഞ് പാർവതി കാണിച്ചു കൊടുത്തതോടുകൂടി എല്ലാവരും അങ്ങ് കൈയടിക്കുകയാണ്. കൈലാഷും പ്രിയനും മോഹനനും ജയന്തിയും സൗസൊക്കെ കൈയടിക്കുകയാണ്. അപ്പോൾ 2 മിനിറ്റ് മുന്നേ, 1 മണിക്കൂർ ആവുന്നതിൻ്റെ 2 മിനിറ്റ് മുന്നെയാണ് പാർവതി മൂന്നാമത്തെ ഷർട്ട് തയ്ച്ചു തീരുന്നത്. ഉഷയാണെങ്കിൽ അപ്പോഴും മൂന്നാമത്തെ ഷർട്ട് തയ്ച്ചു തീരുന്നില്ല. എന്നിട്ട് ഉഷ വെപ്രാളത്തോടു കൂടി
ഷർട്ട് തയ്ച്ച് തീരുകയാണ്. എന്നിട്ട് ഉഷ പറയാണ്, എൻ്റെയും ഷർട്ട് തയ്ച്ച് തീർന്നു, മൂന്നാമത്തെ ഷർട്ട് തയ്ച്ച് തീർന്നു എന്ന് പറയുമ്പോൾ മോഹനൻ പറയാണ്, അത് ഉഷ ചേച്ചി 1 മണിക്കൂറും 2 മിനിറ്റും കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ ഷർട്ട് ഉഷ ചേച്ചിയുടെ തീർന്നത്. ഫസ്റ്റ് ജയിച്ചിട്ടുള്ളത് പാർവതിയാണ്. 1 മണിക്കൂറിന് 2 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴത്തേക്കും പാർവതിയുടെ തയ്ച്ച് തീർന്നു. അപ്പോൾ പാർവതിയാണ് ജയിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഉഷ പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും അങ്ങ് എണീറ്റ് പോവാണ്. എന്നിട്ട് എല്ലാവരും പാർവതിക്ക് വേണ്ടി കൈയടിക്കുകയാണ്. പാർവതിയാണ് ആദ്യമായിട്ട് മെഷീനിൽ ഇരുന്നിട്ടും പാർവതി 3 ഷർട്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ തയ്ച്ചു തീർന്നു. പാർവതിയാണ് ജയിച്ചത് എന്നുള്ള ഭാവത്തിലിട്ടോ. അപ്പോൾ കരുണാകരനും മുക്തയും അരവിന്ദൊക്കെ നല്ല ദേഷ്യത്തിലാണ്. പാർവതി ജയിച്ചതോടുകൂടി അവരൊന്നും പാർവതി ജയിക്കുമെന്ന് ഒട്ടും തന്നെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പാർവതി ജയിച്ചതോടുകൂടി കൈലാഷാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എല്ലാവരും കൈയടിക്കുകയാണ് പാർവതി ജയിച്ച സന്തോഷത്തിൽ. അപ്പോൾ കരുണാകരൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് കരുണാകരൻ പറയാണ്, എന്താണാവോ ഇത്ര കൈയടിക്കാനുള്ളത്, ഇപ്പോഴും ഫസ്റ്റാണെന്ന് കരുതി കൈയടിക്കാനൊക്കെ വരട്ടെ, ആദ്യം സ്റ്റിച്ച് ചെയ്ത് ശരിയാണോ എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ, ക്വാളിറ്റിയും സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷനൊക്കെ നോക്കിയിട്ട് മതി ഫസ്റ്റാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ മോഹനൻ പറയണ, അതിനെന്താ സാറ് പരിശോധിച്ച് നോക്ക്, പാർവതി തയ്ച്ചത് എല്ലാ ക്വാളിറ്റിയും ഉണ്ടാവും, സ്റ്റിച്ചിങ്ങും എല്ലാം പെർഫെക്ഷൻ തന്നെ ആയിരിക്കും. അങ്ങനെ കരുണാകരൻ പാർവതി തയ്ച്ച ആ ഷർട്ടുകളൊക്കെ സ്റ്റിച്ചിങ്ങും അളവും എല്ലാം കറക്റ്റ് ആണോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാം 3 എണ്ണവും നല്ല കറക്റ്റ് ആയിട്ടുണ്ടാവും. മോഹനൻ ഉഷ തയ്ച്ചത് പരിശോധിക്കാൻ പറയാണ്. അപ്പോൾ അതിൽ മീഡിയവും ലാർജൊക്കെ ആയിട്ടാവും തയ്ച്ചിട്ടുണ്ടാവുക. അതോടുകൂടി കണ്ടില്ലേ, ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഈ ഉഷ ചേച്ചിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്തുണ്ടായി, ഈ തയ്ച്ചതെല്ലാം തന്നെ തെറ്റായ അളവിലാണ് തയ്ച്ചിട്ടുള്ളത്. പാർവതിയാണെങ്കിലോ ക്ഷമയോടുകൂടി ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടുകൂടി ചെയ്തത് കൊണ്ടാണ് പാർവതി തയ്ച്ചതെല്ലാം തന്നെ കൃത്യ അളവിൽ എല്ലാം പെർഫെക്ഷനും കറക്റ്റ് ആയത്. ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവർക്കും മുന്നിൽ നാണം കേട്ട് തലയും താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ കരുണാകരനാണെങ്കിലോ ഉഷ ചെയ്തതെല്ലാം തെറ്റാവുകയും പാർവതി ചെയ്തതെല്ലാം ശരിയാവുകയും ചെയ്തപ്പോൾ അവസാനം കരുണാകരന് അത് സമ്മതിച്ച് കൊടുക്കേണ്ടി വരികയാണ്. എന്നിട്ട് മോഹനൻ ചോദിക്കുകയാണ് കരുണാകരനോട്, എങ്ങനെയുണ്ട്, പാർവതിയല്ലേ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ളത്, പാർവതി തയ്ച്ചതെല്ലാം ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ കരുണാകരൻ, അതെ, എല്ലാം കറക്റ്റ് അളവിൽ നല്ല നീറ്റായിട്ട് തന്നെയാണ് പാർവതി തയ്ച്ചിട്ടുള്ളത് എന്നങ്ങ് കരുണാകരൻ പറഞ്ഞതോടുകൂടി അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും പാർവതി 1ാം സ്ഥാനത്തെത്തിയ ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും കൈയടിക്കുകയാണ്. പാർവതിയാണ് ജയിച്ചത് എന്നുള്ള ആ സന്തോഷത്തിൽ എല്ലാവരും കൈയടിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുക്തയും അരവിന്ദും കരുണാകരൻ ദേഷ്യത്തിൽ അങ്ങ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പ്രിയം പറയാണ്, ഇപ്പോൾ കരുണാകരൻ സാർ എന്തു പറയുന്നു, പാർവതി ഇനി മുതൽ ടൈലർ ആണെന്നുള്ളത് കരുണാകരൻ സാർ അംഗീകരിച്ചില്ലേ? അപ്പോൾ കരുണാകരൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ കൈലാഷ് പറയണേ, എന്തിനാണ് കരുണാകരൻ പറയുന്നത്, ഞാൻ പറഞ്ഞാൽ പോരെ, ഈ കമ്പനിയുടെ ടൈലറായി ഇനി മുതൽ പാർവതിയും ഉണ്ടാവും, പാർവതിയെ ഞാൻ ഈ കമ്പനിയുടെ ടൈലറായി നിയമിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞതോടുകൂടി മുക്തക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ മുക്ത കരുണാകരനോട് സ്വകാര്യത്തിൽ പറയണേ, ഇപ്പോൾ എന്തുണ്ടായി, അവൾ ജയിച്ചില്ലേ? അപ്പോൾ അത് പിന്നെ മേഡം, നിങ്ങളിനി ഒരക്ഷരം പോലും മിണ്ടി പോവരുത്. അതോടുകൂടി കരുണാകരൻ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് കൈലാഷ് പറയാണ്, പാർവതി കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പ്രിയനും പാർവതിക്ക് കൈ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൈലാഷ് പറയണേ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, ഒരു സർപ്രൈസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അത് കേട്ടപ്പോൾ അരവിന്ദ്, എന്ത് സർപ്രൈസ്? 8 കോടിയുടെ പ്രോജക്റ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് തയ്ക്കുന്നത് അവർക്ക് ഞാൻ ബോണസായി 7 ലക്ഷം രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് കേട്ടപ്പോൾ എല്ലാ സ്റ്റാഫുകളും അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി കൈയടിക്കുകയാണ്. അപ്പോൾ അരവിന്ദും മുക്തയും, എന്താ കൈലാഷ് ഈ പറയുന്നത്, ഇതെന്താ ലോട്ടറി ആണോ? അപ്പോൾ കൈലാഷ് പറയണേ, ലോട്ടറി ഭാഗ്യ നറുക്കെടുപ്പല്ലേ, ഇതിപ്പോൾ അങ്ങനെയല്ല, ഇത് ബോണസ് ആയിട്ടാണ് ഞാൻ ഇവർക്ക് 7 ലക്ഷം രൂപ കൊടുക്കാനെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മോഹനൻ പറയണ, അപ്പോൾ തയ്ക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നുമില്ലേ? അപ്പോൾ കൈലാഷ് പറയണേ, ആ സൂപ്പർവൈസർമാർക്കും ഉണ്ട്, അതിന് സമയമാവട്ടെ, അപ്പോൾ നിങ്ങൾക്കും അതിനനുസരിച്ചുള്ള ബോണസ് ഞാൻ തന്നിരിക്കും. എന്നിട്ട് കൈലാഷ് ഈ സന്തോഷ വാർത്ത പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോവാണ്. കൈലാഷ് പോയി കഴിഞ്ഞ ശേഷം കരുണാകരനും മുക്തയും അരവിന്ദും ഒക്കെ പോവാണ് കേട്ടോ. എന്നിട്ട് പ്രിയൻ പാർവതിയോട് പറയണേ, ഇപ്പോൾ നല്ലൊരു ചാൻസ് ആണ് പാർവതി നിനക്ക് ലഭിച്ചിട്ടുള്ളത്. നീ ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ തയ്ച്ചു കൊടുത്താൽ ആ 7 ലക്ഷം രൂപ നിനക്ക് തന്നെ
തന്നെ കിട്ടും. നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി 7 ലക്ഷം രൂപയല്ലേ ചുരുങ്ങിയത് വേണമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ 7 ലക്ഷം രൂപ നീ തന്നെ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കണം. നിനക്കതിന് കഴിയും. അപ്പോൾ പാർവതി മെഷീനിൽ തൊട്ടിട്ട് പറയാണ്, എനിക്ക് കഴിയും. ഞാൻ ആ 7 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിരിക്കും. ഞാൻ ഇതിൽ ജയിച്ചിരിക്കും എന്ന് പാർവതി പറയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.